നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് മുൻ പ്രസിഡന്റ് KD ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. പാണഞ്ചേരി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി. സ്ഥാനാർത്ഥികൾ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമാണെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. തൊഴിലാളികളുടെ ജോലി സുരക്ഷിതത്വത്തെയും അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനാണ് പുതിയ ലേബർ കോഡിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യ നിഷേധവും തൊഴിലിടങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ സംവിധാനം. തൊഴിലാളികളുടെ കൂലി ഏകീകരിക്കുക എന്ന നടപടികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിൽ കുറവ് വരുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. തൊഴിലാളികളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ലേബർ കോഡ് പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനപ്രകാരം രാജ്യത്തുടനീളം നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി UDTF-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഹെഡ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുന്ദരൻ കുന്നത്തുള്ളി. CI നൌഷാദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ B ശശീന്ദ്രൻ, CH ദാനചന്ദ്രൻ, രതീഷ് KB, മേരി ജോളി, VA ഷംസുദ്ദീൻ, KN നാരായണൻ, ജോൺസൺ ആവോക്കാരൻ, സെബാസ്റ്റ്യൻ PG, സുരേഷ് മടപ്പറമ്പിൽ, MR രവീന്ദ്രൻ, IR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യവൽക്കരണം, കുത്തകകളെ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചുള്ള സമരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 10-12 വർഷമായി ഒരു യോജിച്ച പ്രക്ഷോഭമായി ഇന്ത്യയിൽ ആകമാനം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നടത്തിയത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം തന്നെ കൊണ്ടുവന്ന ഈ ലേബർ കോഡ് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ അതിജീവിച്ചുകൊണ്ട് തൊഴിലാളികൾ ദ്രോഹിക്കുന്നതായിരുന്നു എന്ന കാര്യം തർക്കമില്ല. നമുക്ക് ഇന്ന് ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ മലയാള മനോരമ വെച്ച ചർച്ചകളിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ BMS ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ദൃശ്യങ്ങൾ കാണുകയും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് മനസ്സിൽ തീർച്ചയായിട്ടും ആശങ്ക കോരിയിടുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ കാണുന്നത്. എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയങ്കരനായ ശശിയാണൻ സൂചിപ്പിച്ചതുപോലെ താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ഷഷ്ടി ആഘോഷ ദിനമായ ബുധനാഴ്ച രാവിലെ 3 മണിക്ക് നാദസ്വരമേളത്തോടെ പള്ളി ഉണർത്തൽ, തുടർന്ന് വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. രാവിലെ 6 മണിക്ക് 101 കഥനവെടികൾ മുഴങ്ങിയതോടെ ദേശത്തെ ഷഷ്ടി ആഘോഷത്തിന് തുടക്കമായി. തുടർന്ന് രാവിലെ 10 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ വാദ്യമേളത്തോടെ ക്ഷേത്രപ്പറമ്പിലെത്തി സമാപിച്ചു. അമ്പലക്കാവടി, പൂക്കാവടി, ചിന്തുകാവടി എന്നിവ പ്രഗത്ഭർ നയിക്കുന്ന വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ നാദതാള വർണ്ണവിസ്മയം തീർത്തു. ഉച്ചപൂജയ്ക്ക് ശേഷം 2:10 പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദിവ്യദർശനവും ഉണ്ടായി. ഷഷ്ടി ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രാചാര്യൻ വടക്കേടത്ത് പെരുമ്പടവ് മനക്കൽ കേശവൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി പെരുമ്പടവ് മനക്കൽ ഹരി നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഗോപിനാഥൻ നമ്പൂതിരി, കൊട്ടിലിലെ ശാന്തി PG വേണുഗോപാൽ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ NM മനോഹരൻ, N ഗോവിന്ദൻകുട്ടി, CN സുധീർ കുമാർ, TG ഗോപകുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റായിരുന്ന കെ.ഡി. ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചനവും മരണാനന്തര ഫണ്ട് വിതരണവും നടന്നു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടത്തിയ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് C.A. ബാബു അധ്യക്ഷം വഹിച്ചു. മേയർ M.K. വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K.V. അബ്ദുൾ ഹമീദ് മരണാനന്തര ഫണ്ട് കൈമാറി. ഒല്ലൂർ മണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ, ഫ്രാൻസിസ് താടിക്കാരൻ, M.U. മുത്തു, സുന്ദരരാജൻ, പ്രിൻസി ബാബു, P.I. മുദാസിർ, K.S. പ്രഹ്ലാദൻ, C.R. ശേഖരൻ, വിൽസൺ, P.M. ബാദുഷ, ആന്റോവി മാത്യു, ഭാസ്കരൻ K. മാധവൻ, K.V. ജോണി തുടങ്ങിയവർ അനുശോചിച്ചു. കാലപ്പഴക്കമുള്ള കച്ചവടക്കാരിൽ എടുത്തു പറയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജോസഫിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോയാൽ നമുക്കറിയാം, കൊമ്പൻ ഫാബ്രിക്സ് എന്നറിയപ്പെടുന്ന ഒരു പഴയ കാലം. പുതിയവർക്കുന്നത് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല. മണ്ണുത്തി ഉണ്ടായിരുന്ന കാലം മുതൽ കച്ചവട രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ പറയുന്ന ദേവസി. നമ്മുടെ ജോസഫിൻ്റെയൊക്കെ പിൻഗാമികളെല്ലാവരും അപൂർവം ചിലരാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ മുദാസിർ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ കാലങ്ങളായി ഈ മണ്ണുത്തിയിലുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനറി നടത്തിയിരുന്ന അന്നത്തെ കൊച്ചപ്പേട്ടൻ്റെ മകൻ, നമ്മുടെ ആളെ കാണാനില്ല, വിൽസനെ കണ്ടില്ല. ഇവരൊക്കെ പണ്ട് കാലങ്ങളിലൂടെ ഉള്ളതാണ്. അതുപോലെ നമ്മുടെ സണ്ണിയേട്ടൻ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിലെ വ്യാപാരികളായി അറിയപ്പെട്ടിരുന്നവരാണ്. അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ ഗ്രേറ്റ് ഫാദർ നെവർ ഫോളോഡ് ബൈ എ ഗ്രേറ്റ് സൺ എന്നാണ് പറയുക. ഒരിക്കലും ഒരു പിന്തുടരാവകാശികളാകുന്നത് വളരെ കുറവാണ്. പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പീഡികകളൊക്കെ ഉണ്ടാകുമ്പോൾ, കച്ചവട രംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, അന്ന് അതിനെ പിന്തുടർന്നുകൊണ്ട് അവർ കച്ചവടം നടത്തുന്നത് വളരെ അപൂർവമാണ്. കാരണം അവർക്കൊന്നും ഇതിൽ താല്പര്യമുണ്ടാവാറില്ല. അവരൊക്കെ മറ്റു മേച്ചിലിടങ്ങൾ കണ്ട് പുറത്തു പോകുന്നവരും, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പലരും നാട് വിട്ടു പോകുന്നവരും മറ്റു രാജ്യങ്ങളിലേക്കും കയറുന്നവരാണെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ആ കച്ചവട നിലവാരത്തിൽ തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിവിശേഷം. പണ്ട് കാലത്തൊക്കെ ഞങ്ങളിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന മണ്ണുത്തി വലിയ മാറ്റമുള്ള മണ്ണുത്തിയാണ്. അന്ന് നമ്മൾ സാഹിബിൻ്റെ അവിടെ വന്നിട്ടാണ് മോരുവെള്ളം കുടിക്കുന്നൊരു കാലം. ഞങ്ങൾക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു കാലം. സ്കൂൾ വിട്ടാൽ നമ്മൾ പോകുന്ന വീട്ടിലേക്കല്ല, മോരുവെള്ളം കുടിക്കാൻ വരുന്നൊരു കാലമുണ്ടായി. അപ്പം അന്ന് കൊമ്പൻ ഫാബ്രിക്സും ആദ്യമായി തൃശ്ശൂരിൽ മണ്ണുത്തിയിൽ ആദ്യമായി കാറ് വാങ്ങിച്ച രണ്ട് കൂട്ടരാണ്. ഒന്ന് നമ്മുടെ ഇസ്മയിൽ, നമ്മുടെ മുദാസിറിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന ഇസ്മയിൽ. അന്ന് ഞാനും എൻ്റെ ഫാദറും ഈ പറയുന്ന ഡേവിസി, നമ്മുടെ ജോസഫേട്ടൻ്റെ അപ്പനും കൂടി വാങ്ങിച്ചൊരു കാറുണ്ട്. കൊച്ചപ്പേട്ടൻ ഉണ്ടായിരുന്നൊരു കാലം, ഒരു 1871, നമ്പർ പോലും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. KLP 1871 കാറ്. അന്ന് അത് ഓടിച്ചിരുന്ന ചാക്കപ്പൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ വലിയ പഴക്കമുള്ള കച്ചവടക്കാരാണ് ഇവരൊക്കെ. അതൊക്കെ കാലങ്ങൾ 50ഉം 60ഉം വർഷമൊക്കെ വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അത്രയും പാരമ്പര്യം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന അതിൽ ഒരു കണ്ണിയാണ് നമ്മുടെ ജോസഫ് മറ്റുള്ളവരെക്കാട്ടിലൊക്കെ വലിയ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. അധികം സംസാരിക്കുന്ന പരിപാടിയൊന്നും ആൾക്കില്ല. ബിസിനസ്സിൽ കണ്ണി, എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തേണ്ടത് എന്ന് പഠിക്കേണ്ടത് ജോസഫിൽ കൂടിയാണ്. ജോസഫ് ഏത് ബിസിനസ് നടത്താനും മിടുക്കനാണ്. മൾട്ടി ബിസിനസ്സുകാരനാണ് ജോസഫ്. അല്ലാണ്ട് നമുക്ക് ഇന്ന കച്ചവടമൊന്നുമില്ല. ഏതിൽ കൊടുത്താലും അത് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ കച്ചവടം നടത്തണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാം. ഭരണഘടനാ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത വിദ്യാർത്ഥികൾ. വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കുവാൻ കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കണമെന്നും കമ്പ്യൂട്ടർ ഗെയിം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ കുറയ്ക്കുന്നതിനു വേണ്ടി റുബിക്സ് പരിശീലനവും ശീലമാക്കണമെന്നും മേജർ P.J. സ്റ്റൈജു. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനത്തിൽ നടന്ന കുട്ടികൾക്കായുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ P.J. സ്റ്റൈജു. പ്രിൻസിപ്പാൾ സുനിത N അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ അധ്യാപകരായ സുജാത KK, ജിഷ PA, സുധാദേവി MS, രതീഷ് KK, ലേഖ M തുടങ്ങിയവർ പ്രസംഗിച്ചു.
എഴുത്തും വായനയും ശീലമാക്കി മയക്കുമരുന്ന് ലഹരിയെ തടയുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ആദിത്യ, സൂര്യ, ശ്രീധന്യ, ആൻഡ്രിയ, സച്ചു, സുജിത്, അലീന തുടങ്ങിയവർ നേതൃത്വം നൽകി. പാണഞ്ചേരി പഞ്ചായത്തിൽ ഡിസംബർ 11-നുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ വീടുതോറുമെത്തി വോട്ടർമാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പരിഹാരമാർഗങ്ങൾ ഉറപ്പു നൽകിയും പ്രചാരണ രംഗം കൂടുതൽ സജീവമാക്കി. വീടുകളുടെ നിർമ്മാണ മുടക്കുകൾ, കുടിവെള്ള ലൈനുകളുടെ അഭാവം, വഴികളുടെ മോശം നില, വയോധികർക്കുള്ള സഹായങ്ങൾ, ക്ഷേമ പദ്ധതികളുടെ ലഭ്യത തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് വോട്ടർമാർ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലെത്തിക്കുന്നത്. സ്ഥലത്തെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കുവാൻ ടീമുകളോടെ ചേർന്ന് സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലും സമയം ചെലവഴിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ബാക്കിയാവുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനും പ്രതിസന്ധിയുണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ നിങ്ങളുടെ വീടിന് മുൻപിൽ എത്തും എന്ന വാഗ്ദാനത്തോടെയാണ് സ്ഥാനാർത്ഥികൾ വോട്ടുകളിലേക്ക് അടുക്കുന്നത്. വോട്ടർമാരുടെ വിശ്വാസം നേടാൻ വ്യക്തിഗത ആവശ്യങ്ങൾ കേട്ട് ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകുകയാണ് പ്രചാരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. പാണഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വീടുതോറും പ്രചാരണം, കൂടിക്കാഴ്ചകൾ, ചെറിയ കുടുംബയോഗങ്ങൾ, യുവജന കൂട്ടായ്മകളിലെ ഇടപെടലുകൾ എന്നിവ സജീവമായി നടക്കുന്നു. പ്രചാരണ വാഹനങ്ങളും ഹാൻഡ് മൈക്കും ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളുടെ സന്ദേശം ദൂരത്തും പടരുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ 11-നാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രചാരണ ചൂട് അടുത്ത ദിവസങ്ങളിൽ കൂടി കനക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ലേബർ കോഡുകൾ വംശഹത്യയ്ക്ക് തുല്യമായ ആക്രമണമെന്ന് KP രാജേന്ദ്രൻ. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതിലൂടെ വംശഹത്യയ്ക്ക് തുല്യമായ കടന്നാക്രമണമാണ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. ലേബർ കോഡുകൾ നടപ്പിലാക്കിയതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 100ാം വാർഷികാഘോഷത്തിന് മാന്യജോലി മാന്യവേതനമെന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് വൽക്കരണം പോലുമല്ല, അടിമവൽക്കരണമാണ് കൊണ്ടുവരുന്നത്. രാജ്യത്തെ 29 തൊഴിൽ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്ത് ചർച്ചയില്ലാതെയാണ് 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതെന്നും KP രാജേന്ദ്രൻ വിശദീകരിച്ചു. ഭരണഘടന മാറ്റാതെ ഉള്ളടക്കത്തെ നിരാകരിക്കുന്ന സൂത്രവിദ്യയാണ് ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നത് പോലുള്ള പ്രവൃത്തിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ CNTUC ജില്ലാ സെക്രട്ടറി UP ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ് അധ്യക്ഷയായി. KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം KN സനിൽ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി B രതീഷ് നന്ദിയും പറഞ്ഞു. പാസാക്കിയതിനെതിരായി ട്രേഡ് യൂണിയൻ സംഘടനകൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ് 2020 നവംബർ 26. അപ്പോൾ ഈ ദിനത്തിൻ്റെ കൂടി പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനം കൂടി എന്ന നിലയിലാണ് ഈ ദിവസം പ്രതിഷേധ ദിനം ട്രേഡ് യൂണിയൻ സംഘടനകളും കർഷക സംയുക്ത കിസാൻ മോർച്ച എല്ലാ കർഷക സംഘടനകളും ചേർന്ന് മുന്നണി സംയുക്തമായി പ്രഖ്യാപിച്ച പ്രതിഷേധ ദിനം. കണ്ണാറ ക്ലെയർ ജ്യോതി കോൺവെന്റിന്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് അവിടെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പീച്ചി ഡാം ലയൺസ് ക്ലബ് കസേരകൾ നൽകി. ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബ് അംഗങ്ങളുടെ സഹകരണത്തോടെ ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണന്റെ പത്നി രാധിക, സോൺ ചെയർപേഴ്സൺ രാജേന്ദ്ര പ്രസാദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ലബ് പ്രസിഡന്റ് കുര്യാക്കോസ് KGയിൽ നിന്ന് സ്കൂളിന് വേണ്ടി സിസ്റ്റർ നിമ റോസ് കസേരകൾ ഏറ്റുവാങ്ങി. ക്ലബ് സെക്രട്ടറി സനോജ് തോമസ്, ട്രഷറർ സുരേന്ദ്രൻ TV, മുൻ പ്രസിഡന്റുമാരായ ബാബു കൊള്ളന്നൂർ, ഉലഹന്നാൻ ടോം നയനാൻ, റോയ് K ദേവസി, കൂടാതെ മെമ്പർ ജോസഫ് മുണ്ടക്കൽ, മറ്റ് ക്ലബ് കുടുംബാംഗങ്ങൾ, സ്കൂൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. അതുപോലെ തന്നെ സെക്രട്ടറി, ട്രഷറർ, മറ്റ് മെമ്പർമാർ, അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള സോൺ ചെയർമാൻ ലയൻ രാജേന്ദ്ര പ്രസാദ്, മൈ സ്പോസ് ലയൻ രാധിക, അതർ ലീഡേഴ്സ്, കുട്ടികളെ ഹായ്. സിസ്റ്റർ നിമാറോസ് ഇഷ്ടമല്ലേ? നിമാറോസ് സിസ്റ്ററിന് ഇഷ്ടമല്ലേ? ഒരു ഹായ് പറഞ്ഞേ, സിസ്റ്റർക്ക് ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള കസേര കൊണ്ടുവന്നിട്ടുണ്ട്, ചെയർ. അതെ, ചെയർ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ അത്? ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് പീച്ചി ഡാമിലത്തെ ലയൺസ് ക്ലബിന്റെ മെമ്പർമാർ. ഏത് ക്ലബിന്റെ?
ലയൺസ് ക്ലബിന്റെ അതെ കറക്റ്റ്, നല്ലൊരു കയ്യടി. ലയൺസ് ക്ലബിന്റെ മെമ്പർമാരോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടതിലൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു പ്രൊജക്റ്റാണ് ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ എന്നുള്ളത്. ഒരു ദിവസം നിങ്ങളോടൊക്കെ കൂടെ ഒന്നിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ കോർഡിനേറ്റർ പീതാംബരേട്ടനാണ്. അദ്ദേഹത്തിനെ അറിയിച്ചിരുന്നോ? ഓക്കെ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവും. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്ത ലയൺസ് ക്ലബ് ഓഫ് പീച്ചി ഡാമിൻ്റെ എല്ലാവർക്കും മാർ തിമത്തിയോസ് ഫെല്ലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിക്യ സുനഹദോസിന്റെ 1700 വാർഷികവും മാർ തിമത്തിയോസ് തിരുമേനിയുടെ 105 ജന്മവാർഷികാനുസ്മരണവും ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളിയിൽ വെച്ച് നടത്തുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ നിക്യ സുനഹദോസിന്റെ 1700 വർഷത്തെക്കുറിച്ച് ഡോക്ടർ മൈക്കിൾ പി വള്ളവന്ത്ര കശീശ ക്ലാസ് എടുക്കുന്നു. മാർ തിമത്തിയോസ് തിരുമേനിയുടെ ജന്മവാർഷികാനുസ്മരണം റവറന്റ് ഫാദർ ജോസ് വേങ്ങാശ്ശേരി കശീശ നിർവഹിക്കുന്നു. സമ്മേളനത്തിൽ മാർ അപ്രേം പള്ളി ക്വയർ നിക്യ വിശ്വാസ പ്രമാണഗാനം ആലപിക്കുന്നതാണ്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം.
യൂണി കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. പോലീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് തടസ്സപ്പെടുത്തിയ കേസിൽ ഒരാളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് ചക്കിവീട്ടിൽ ബിജോയ് എന്നയാളെയാണ് അറസ്റ്റിലായത്. എടശ്ശേരി ബീച്ച് റോഡിൽ താമസിക്കുന്ന സ്ത്രീയെ അശ്ലീലം വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ സുബിൻ പി, ജിമ്മി, GSCPO രാജ്കുമാർ, CPO റിഷാദ് തുടങ്ങിയവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ബിജോയെ മതിയായ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. തുടർന്ന് പ്രതിക്കെതിരെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ബിജോയ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലുമായി ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്തതിന് 2 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കിഴക്കേ വെള്ളാനിക്കര കുറ്റിക്കാട്ട് ഓർക്കിഡ് വില്ലയിൽ എടക്കളത്തൂർ ജേക്കബ് മകൻ ജോണി നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ. ഭാര്യ ലിസി ജോണി, മക്കൾ സോണിയ സോണി, മരുമക്കൾ ലിജോ ബെയിൻ, പേരക്കുട്ടികൾ ഡിയാന ഡിയോൺ. വെടിപ്പാറ പുല്ലാനക്കുഴിയിൽ സാറാമ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് പറമ്പായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ഭർത്താവ് പരേതനായ സക്കറിയ, മക്കൾ മോളി, ഡെയ്സി, രാജു, പരേതനായ ബാബു, മരുമക്കൾ തോമസ്, ശോശാമ, ജെസ്സി, പരേതനായ തങ്കച്ചൻ. വിസ തട്ടിപ്പ്. 5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പ്രതിയായ നിസ അബ്ദുൾ സലിം റിമാൻഡിലേക്ക്. അണലൂർ തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയ പറമ്പിൽ വീട്ടിൽ സ്റ്റോവിൻ പൗലോസ് എന്നിവർക്ക് കാനഡയിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 2024 ഏപ്രിൽ 6 മുതൽ 2025 സെപ്റ്റംബർ 8 വരെയുള്ള കാലയളവിൽ പല തവണകളായി ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ അയച്ചു വാങ്ങിയ ശേഷം വിസ ശരിയാക്കി കൊടുക്കാതെയും വാങ്ങിയ പണം തിരികെ കൊടുക്കാതെയും തട്ടിപ്പ് നടത്തിയ സംഭവത്തിലെ പ്രതിയായ വെങ്കിടങ്ങ് കരുവന്തല സ്വദേശി മാമശ്രീലത്ത് നിസ അബ്ദുൾ സലീം എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ പ്രതിയായ ഒളിവിൽ കഴിഞ്ഞിരുന്ന നിസ അബ്ദുൾ സലീം ഷാർജയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴാണ് 2025 നവംബർ 25-ാം തീയതി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നിസ അബ്ദുൾ സലീമിനെ തടഞ്ഞുവെക്കുകയും ഈ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി അറസ്റ്റ് ചെയ്തു. ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് അപകടം. പീച്ചി കണ്ണാറ കയറ്റത്ത് ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ സന്തോഷിനും യാത്രക്കാരിക്കുമാണ് പരിക്കേറ്റത്. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. അമ്മയുടെ മരണം കൊലപാതകമെന്ന് സംശയം. മകളും ആൺ സുഹൃത്തും അറസ്റ്റിൽ. മുണ്ടൂർ ശങ്കരം കണ്ടം സ്വദേശിയായ
ഐനിക്കുന്നത്ത് ഗംഗാധരന്റെ ഭാര്യ തങ്കമണി എന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് മകൾ സന്ധ്യ, മകളുടെ ആൺ സുഹൃത്തും അയൽവാസിയുമായ ചിറ്റിലപ്പള്ളി വീട്ടിൽ നിതിൻ എന്നിവരെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംശയാസ്പദമായ മരണമായി തോന്നിയതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സംഭവസ്ഥലം ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധിച്ച ശേഷം പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ പേരാമംഗലം പോലീസ് ഈ വീട് പരിശോധിച്ച് തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ ഒരു കഷ്ണം കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തങ്കമണിയെ സന്ധ്യയും നിതിനും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവരുകയും മാലയിൽ ഒരു കഷ്ണം മാറ്റിവെച്ച ശേഷം 2 പവനോളം സ്വർണ്ണാഭരണങ്ങൾ സന്ധ്യ നിതിന് കൊടുക്കുകയും നിതിൻ മുണ്ടൂർ മണപ്പുറം ഫിനാൻസിൽ ഈ സ്വർണം 1,25,000 രൂപയ്ക്ക് പണയം വയ്ക്കുകയും ചെയ്ത ശേഷം സന്ധ്യയും നിതിനും കൂടി മൃതദേഹം വീടിനുള്ളിൽ നിന്ന് പുറത്തുകൊണ്ടിട്ട ശേഷം നിതിൻ അടുത്ത ദിവസം രാവിലെ ശബരിമല ദർശനത്തിനായി പോവുകയും ചെയ്തു. ബാർ ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി കണ്ണിക്കര സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ അരുൺ വർഗീസ് ആണ് അറസ്റ്റിലായത്. താഴേക്കാട്ടുള്ള ബാറിൽ മദ്യപിച്ച ശേഷം ബിൽ അടയ്ക്കാതെ വീണ്ടും മദ്യം ആവശ്യപ്പെട്ടതിലുള്ള വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ജീവനക്കാരൻ മദ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ പ്രതി ബാറിൽ മദ്യപിക്കാനെത്തിയവരെ തടഞ്ഞു നിർത്തുകയും കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് ഗ്രാനൈറ്റ് കൗണ്ടറിൽ ഇടിച്ചു തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയാനെത്തിയ ഇരിഞ്ഞാലക്കുട സ്വദേശി കൂനൻ വീട്ടിൽ വർഗീസ് എന്ന ബാർ ജീവനക്കാരനെ പ്രതി മൂക്കിനിടിച്ചും മറ്റും പരിക്കേൽപ്പിക്കുകയായിരുന്നു. അരുൺ വർഗീസ് ഒരു സ്റ്റേഷൻ റൌഡിയാണ്. ഇയാൾക്കെതിരെ മാരക ലാസലഹരിയായ MDMA വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി കൈവശം വെച്ച കേസുകൾ, കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസ്, മനുഷ്യജീവനെ അപകടം വരുത്തിയ പ്രവൃത്തി ചെയ്ത 5 കേസുകൾ എന്നിവ ഉൾപ്പെടെ മൊത്തം 7 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കരിങ്കൽ ക്വാറിയിൽ ഷെയർ ഹോൾഡറാകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 88,20,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി വാൾസൺ റിമാൻഡിൽ. ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തുന്ന ആളൂർ സ്വദേശിനിയിൽ നിന്നും ഇവരുടെ മകളിൽ നിന്നുമായി ബാംഗ്ലൂരിലുള്ള കരിങ്കൽ ക്വാറിയിൽ ഷെയർ ഹോൾഡറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 88,20,000 രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന പ്രതികൾ അയച്ചു വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി അരിക്കാടൻ വീട്ടിൽ വാട്സൺ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ ക്രൈം ബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ എമ്മിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയും മകളും ബാംഗ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തിവരുന്ന സമയത്ത് ഈ കേസിലെ പ്രതിയായ വാട്സൺ ഇവരെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കാനായി ഇവരുടെ കൂടെയുണ്ടായിരുന്നയാളാണ്. ക്രഷറിലേക്ക് കരിങ്കൽ ലഭിക്കണമെങ്കിൽ കരിങ്കൽ വാങ്ങുന്ന ക്വാറിയുടെ ഉടമയായ ബാംഗ്ലൂർ സ്വദേശിയായ ഗജേന്ദ്രബാബു എന്നയാളുടെ ക്വാറിയിൽ ഷെയർ എടുക്കണമെന്ന് പ്രതികൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കരിക്ക് കച്ചവടക്കാരന്റെ പണപ്പെട്ടി കവർച്ച നടത്തിയ നിരവധി കേസുകളിൽ പ്രതിയായ ആൻഡ്രീനോ രാജുവിനെ ഇരിഞ്ഞാലക്കുട DYSP ഷാജു CLന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കരിക്ക് കച്ചവടം നടത്തിയിരുന്ന വയോധികന്റെ പണപ്പെട്ടിയുമായി കടന്നുകളഞ്ഞ കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായ ആമ്പല്ലൂർ വരാക്കര ദേശത്ത് ചുക്കിരി വീട്ടിൽ ആൻഡ്രീനോ രാജുവിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ആൻഡ്രീനോ പുതുക്കാട്, അന്തിക്കാട്, വരന്തരപ്പള്ളി, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 3 മോഷണ കേസുകളിലും കഞ്ചാവ് ബീഡി വലിച്ചതിന് 2 കേസുമടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റ് മുൻ പ്രസിഡന്റ് KD ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി. പാണഞ്ചേരി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി. സ്ഥാനാർത്ഥികൾ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.